ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ഫർണിച്ചർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. ശ്രീകാര്യത്തിന് സമീപം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് നോക്കി നടക്കുന്നവരുണ്ട്. അവർക്കുള്ളൊരു വീടുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ശ്രീകാര്യത്ത് നിന്നും ഏകദേശം 2 കിലോമീറ്ററിനകത്ത് നല്ലൊരു വീട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. ഞാൻ പ്രഫാസ് വഞ്ഞാറമൂട്, ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു വീട് എന്ന് പറയുന്നത് 5 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീടിൻ്റെ നിർമ്മിതി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു യൂസ്ഡ് വീടാണ് ഈ ഒരു വീട്. ശ്രീകാര്യത്ത് നിന്ന് 2 കിലോമീറ്ററിനകത്ത് മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ ഈ ഒരു വീട്. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകാര്യം ചെല്ലമംഗലം റോഡിന് സമീപമായിട്ടാണ്. ശ്രീകാര്യം കരിയം ചെല്ലമംഗലം റോഡിന് സമീപമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് വീടിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാർ പാർക്കിംഗ് ഏരിയ വരുന്നു. ഇവിടെ നമുക്ക് ഒരു കാർ ഇടാനുള്ള സ്പേസ് ഉണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തും നമുക്ക് ഒരു കാർ കൂടി ഇടാനുള്ള സ്പേസ് വരുന്നു. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലത്തെ ഈ ഒരു റോഡ് എന്ന് പറയുന്നത് ബസ് റൂട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തെ റോഡ് എന്ന് പറയുന്നത് ബസ് റൂട്ടുള്ള ഏരിയയാണ്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു വീട് റെഡ് ബ്രിക്സിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും റെഡ് ബ്രിക്സിലാണ് നമ്മുടെ ഒരു വീടിൻ്റെ നിർമ്മിതി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ലഭിക്കുന്നു. കൂടാതെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു കിണർ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഇവിടെ എപ്പോഴും വെള്ളം ലഭിക്കുന്ന രീതിയിലുള്ളൊരു ഏരിയ കൂടിയാണ് നമ്മുടെ ഒരു വീട് സ്ഥിതി ചെയ്യുന്ന ഏരിയ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കിണറിൽ എപ്പോഴും വെള്ളത്തിന് ക്ഷാമവും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു നല്ലൊരു ഗേറ്റ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. സ്ലൈഡിങ് ഗേറ്റാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് വരുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒതുങ്ങിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഭാഗമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് നല്ല ഒരു വ്യൂവും നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള റെഡ് കളർ പെയിൻ്റാണ് ഈ ഒരു ഭാഗത്തെല്ലാം വരുന്നത്. കൂടാതെ തന്നെ നല്ല ക്വാളിറ്റി തടിയെല്ലാമാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. തേക്കിൻ്റെ വുഡാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഫ്രണ്ട് ഡോറിൽ വരുന്നത്. നമുക്ക് വീടിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം.
നമുക്ക് സിറ്റൗട്ടിൽ നിന്ന് ഹാളിലേക്ക് വരുമ്പോൾ സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നു. കൂടാതെ തന്നെ ഇവിടെ 2x2 വെർട്ടിഫൈഡ് ക്വാളിറ്റി ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ നല്ല ഒരു സ്റ്റോറേജ് സ്പേസ് ഏരിയ കൂടി നമുക്കിവിടെ വരുന്നുണ്ട്. കൂടാതെ ഇവിടെ ഉള്ള എല്ലാ ഫർണിച്ചറും എല്ലാം തടിയിലുള്ള ഫർണിച്ചറാണ്, എല്ലാം ക്വാളിറ്റി വുഡിലുള്ള ഫർണിച്ചറാണ് ഇവിടെ എല്ലാം വരുന്നത്. കൂടാതെ ഇത് നല്ല ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ഫർണിച്ചറാണ് നമുക്ക് ഇവിടെ എല്ലാം കാണാനായിട്ട് കഴിയുന്നത്. ഈ ഒരു ഭാഗത്തായാലും ഈ ഒരു ഫുൾ ഏരിയയിലെല്ലാം നമുക്ക് നല്ലൊരു ട്രഡീഷണൽ രീതിയിലുള്ളൊരു ഫർണിച്ചർ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. കൂടാതെ നമുക്ക് താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് നമുക്കൊരു ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയും നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ബെഡ്റൂം വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് 2x2 വെർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു അലമാര, അതും വുഡിൽ തീർത്തിട്ടുള്ള അത്യാവശ്യം വളരെ വലിയൊരു അലമാര തന്നെ നമുക്ക് ഈ ഒരു റൂമിന് വരുന്നു. കൂടാതെ നമുക്ക് ഈ റൂമിനോട് ചേർന്നൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതിൻ്റെ എൻട്രി നമുക്ക് ഡയറക്റ്റ് ബെഡ്റൂം വഴിയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് എൻട്രി ഉണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഹാളിൽ നിന്ന് കയറുന്നുണ്ടെങ്കിൽ ആ രീതിക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പോകാനായിട്ട് കഴിയും. നമുക്ക് ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള ഒരു കിച്ചൺ ഏരിയയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ എല്ലാം നമുക്ക് വുഡിൻ്റെ മെറ്റീരിയൽസ് ആണ് നമുക്ക് ഈ സ്റ്റോറേജ് ഏരിയയിലെല്ലാം വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് താഴ്ഭാഗത്തും നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നല്ലൊരു ചന്ദന കളർ ടൈൽസ് ആണ് ഈ ഒരു കിച്ചൺ ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു വർക്ക് ഏരിയ ഈ ഒരു ഭാഗത്ത് നിന്ന് വെളിയിലേക്ക് പോകുമ്പോൾ നല്ലൊരു സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ല ഒരു അലക്ക് കല്ല്, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെറിയ ചെടികളൊക്കെ നട്ട് വെക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു ഏരിയ, ഇതെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. നമുക്ക് മുകൾ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല ഒരു സ്റ്റെയർ ആണ് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത്. കൂടാതെ തന്നെ മുകൾ ഭാഗത്തെ എൻട്രി വളരെ മനോഹരമാണ്.
നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത് മുകൾ ഭാഗത്തേക്ക്. ഇവിടെ ഒരു ബെഡ്റൂമും കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ബെഡ്റൂം. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു ട്രഡീഷണൽ രീതിയിലാണ് നമുക്ക് ഈ ഒരു സ്റ്റെയറിൽ നിന്നും ഈ താഴോട്ട് നോക്കുമ്പോൾ ഈ ഒരു ഭാഗം വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെയെല്ലാം നമുക്ക് നല്ലൊരു ഗോൾഡൻ കളറാണ് ഇവിടെയെല്ലാം വരുന്നത്. കൂടാതെ നല്ലൊരു ഗ്ലാസ് മെറ്റീരിയലും ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിയിലാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമുക്ക് 2x2 വെർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു തടിയിൽ തീർത്തിട്ടുള്ളൊരു അലമാര നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ എല്ലാം നമുക്ക് വുഡിൽ തീർത്തിട്ടുള്ള ഫർണിച്ചറാണ് മുഴുവനായിട്ടും നമുക്ക് ഈ ഒരു റൂമിൽ വരുന്നത്. ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു. മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമുക്ക് റോസ് കളർ പെയിൻ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ നമുക്ക് 2x2 വെർട്ടിഫൈഡ് ടൈൽസ് ആണ് വരുന്നത്. നമുക്ക് ഈ ഒരു റൂമിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ അലമാര വുഡിൽ തീർത്തിട്ടുള്ള അലമാരയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ബാൽക്കണി സൈഡാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെ നമുക്ക് ഈ ഒരു ബാൽക്കണി സൈഡിൽ ലഭിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയയാണ് ഞാൻ നിൽക്കുന്ന ഈ ഒരു ബാൽക്കണി സൈഡ്. നല്ലൊരു വ്യൂ നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നു. എന്തായാലും മനോഹരമായിട്ടുള്ള നമ്മുടെ ഈ ഒരു വീട് വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. നിങ്ങളൊരു വീട് ഓണർ ആയിക്കോട്ടെ, കൂടാതെ ഒരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.